ജയ്ജൂസ് ഹോംമേഡേഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ക്യാബേജിൻ്റെ കുടുംബത്തിൽപ്പെട്ട ചെറിയൊരു പച്ചക്കറിയുണ്ട്. അതിൻ്റെ പേരാണ് ബ്രസൽസ് സ്പ്രൗട്ട്. കണ്ടു കഴിഞ്ഞാൽ കുട്ടി ക്യാബേജ് പോലെ ഇരിക്കും. നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു പുതിയൊരു ഐറ്റമാണ്, പലർക്കും പരിചയം ഉണ്ടാവില്ല. ഇതാണ് ബ്രസൽസ് സ്പ്രൗട്ട് എന്ന് പറയുന്നത്. 1/2 കിലോയുടെ ഒരു പാക്കറ്റാണ്. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ ക്യാബേജ് പോലെ ഇരിക്കും. നമുക്ക് ആദ്യമായിട്ട് ഇവനെ ചെറുതായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്യാം. ഇതെല്ലാം കഴുകി റെഡി ആയിട്ടുണ്ട്. നമുക്കിവനെ കട്ട് ചെയ്യാം. കണ്ടു കഴിഞ്ഞാൽ ചെറിയ ക്യാബേജ് പോലെ ഇരിക്കും. ക്യാബേജിൻ്റെ തന്നെ ഫാമിലിയിൽപ്പെട്ടതാണ്. ബ്രസൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ബ്രസൽസ് സ്പ്രൗട്ട് എന്ന് പറയുന്നത്. മുറിച്ചു കഴിഞ്ഞാൽ ഒരു ക്യാബേജിൻ്റെ പോലെ തന്നെ ഇതളുകളായിട്ടുള്ളതാണ് ഇതിൻ്റെ ഉൾവശം. ഇച്ചിരി വലിപ്പം കൂടുതലായിട്ട് നമുക്ക് 4ആയിട്ട് മുറിക്കാം. അങ്ങനെ മുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിതൊന്ന് ഈ ട്രേയിൽ അടുക്കിയിട്ട് ഇത് 250 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ സ്പൈസസ് ഒന്നും വേണ്ട, ഡയറക്റ്റായിട്ട് ബേക്ക് ചെയ്യുക. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അത് മാത്രമേ ആവശ്യമുള്ളൂ, വേറെ ഒന്നും വേണ്ട. ഉപ്പ് ആവശ്യമുള്ളവർക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അതിനുശേഷം കുറച്ച് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി ചെറുതായിട്ട്. അത്രയും മതി. നമുക്ക് നേരെ ഓവനിലേക്ക് വെക്കാം. 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ 20 മുതൽ 25 മിനിറ്റ് വരെ. അപ്പം എല്ലാം പറഞ്ഞാൽ എല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട്, കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മിക്സ്ഡ് ഹെർബ്സ് ഇട്ട് കൊടുക്കാം. അതുകൂടാതെ ഫ്രഷ് ബട്ടർ, ഈ ബട്ടർ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ് കേട്ടോ, വാങ്ങിയൊന്നുമല്ല. നമ്മൾ ഫ്രഷായിട്ട് പാലിൽ നിന്ന് ഉണ്ടാക്കിയ ബട്ടറാണ്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇത് റോസ്റ്റഡ് കാരമലൈസ്ഡ് ബ്രസൽസ് സ്പ്രൗട്ട് അടിപൊളിയാണ്. ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി, ഇതിന് ചെറിയൊരു കയ്പുള്ള പച്ചക്കറിയാണ് കേട്ടോ, ചെറുതായിട്ടൊരു കയ്പ്. പാവയ്ക്ക കയ്പുള്ളതാണ്, നമ്മളെല്ലാം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കയ്പ്, നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു കയ്പ്. ഇത് വളരെ എളുപ്പമാണ്, ഹെൽത്തിയാണ്, വൈറ്റമിൻസ് മിനറൽസ് ഉള്ള ഒത്തിരി അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്താ അഭിപ്രായം പറയുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.